തൊടുപുഴയിൽ കാണാതായ ബിജുവിന്റെ മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തെടുത്തു. ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ 4 പ്രതികളാണുള്ളതെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് അറിയിച്ചു. ഇവരിൽ ഒരാൾ കാപ്പ കേസ് പ്രകാരം ജയിലിലാണ്. സാമ്പത്തിക തർക്കമാണ് കൊലയിലേക്ക് എത്തിച്ചതെന്നാണ് നിഗമനം. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ കൊലപാതകം സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം മറ്റ് വിശദാംശങ്ങളും. സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ നിലവിൽ 4 പ്രതികളുടെ, അതായത് കാപ്പ കേസ് പ്രതി നിലവിൽ ഇപ്പോൾ എറണാകുളത്ത് റിമാൻഡിലാണ്. ആഷിഖ് എന്നാണ് ഇയാളുടെ പേര്. കൂടാതെ മറ്റ് 3 പ്രതികളാണ് ഉള്ളത്. ഇതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് ജോമോൻ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം തൊടുപുഴ സ്വദേശിയാണ്. ഇയാളാണ് ഈ സംഭവവുമായി ഈ ഒരു പങ്കുകച്ചവടം, അതായത് ഈ ഒരു കേറ്ററിംഗ് സംബന്ധമായ കച്ചവടവുമായി ബന്ധപ്പെട്ട് പങ്കാളിയായിരുന്നത് ഈ ജോമോനാണ്. ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തിന് ആസൂത്രണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ മുഹമ്മദ് അസ്ലം, ബിബിൻ എന്നീ 2 പേരെയും പോലീസ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ്, അതായത് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ബിജുവിനെ ഈ സംഘം ചേർന്ന് പുലർച്ചെ ഇവർ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിനുശേഷം ഈ ഒരു ഗോഡൌണിൽ എത്തിച്ച്, അതായത് ഈ തൊടുപുഴയ്ക്കടുത്ത് തന്നെയുള്ള ഒരു ഗോഡൌണിൽ എത്തിച്ച്, കലയന്താരി ചെത്തിമറ്റത്തെ ഗോഡൌണിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം ഈ മർദ്ദനത്തെ തുടർന്ന് സാബു മരണപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ മൃതദേഹം ഇവർ മാൻഹോളിലേക്ക് തള്ളി കയറ്റി ഒളിപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. എന്തായാലും നിലവിൽ ഈ ഒരു മൃതദേഹം ഈ മൃതദേഹം നിലവിൽ പുറത്തെടുത്തിട്ടുണ്ട്. ഈ കാപ്പ കേസ് പ്രതിയെ അന്വേഷിച്ച് പോലീസ് എത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു വിവരം, അതായത് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ഒരു സൂചന ലഭിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മറ്റ് 3 പേരെയും, ഈ ജോമോൻ ഉൾപ്പെടെയുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു ചെത്തിമറ്റത്തെ ഈ ഗോഡൌണിൽ ഈ മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ഈ പോലീസ് ഈ ഒരു സ്ഥലത്തെത്തുകയും ഈ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.